ദിവസവും കടപുഴകി വീഴുന്ന കോൺഗ്രസിന് അടിതെറ്റാൻ ഇനി ഒരു ഇഞ്ച് ബാക്കിയില്ല. കണ്ണും വായയും പൊത്തി നടന്നാൽ പോരാ, കാലിനടിയിലെ മണ്ണ് ചോരുന്നത് കൂടി അറിയണം. കേരളത്തിലെ കോൺഗ്രസിന്റെ അധപ്പതനത്തെക്കുറിച്ച് ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കാനുള്ള വകയുണ്ട്. പരസ്പരം പോരുവിളിക്കാനും കളിയാക്കാനുമല്ലാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും KPCC പ്രസിഡന്റ് K. സുധാകരനും വായ തുറക്കാറില്ല എന്നതാണ് സത്യം. സതീശൻ 1 പറഞ്ഞാൽ സുധാകരൻ 4 പറയും. അത് പിന്നീട് 8 ആകും, 12 ആകും. അതിനല്ലാതെ എന്തിനു കൊള്ളാം. കോൺഗ്രസ് എന്ന ചരിത്ര പാർട്ടിയെ ചാരിത്രം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ നേതാക്കന്മാർ തന്നെയാണ്. 2 തൂണും 4 കസേരയും ഉണ്ടെങ്കിൽ സമരം നടത്താൻ മാത്രം അറിയാവുന്ന കേരളത്തിലെ കോൺഗ്രസിന് ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് കണ്ണൂരിലെ കൂട്ടരാജി. MK രാഘവൻ MP-യെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തടഞ്ഞതിനെ തുടർന്ന് സ്വീകരിച്ച അച്ചടക്ക നടപടിയെ തുടർന്നുകൊണ്ടാണ് കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി ആരംഭിച്ചത്. ആ പൊട്ടിത്തെറിയാണ് രാജിയിലേക്ക് എത്തി നിൽക്കുന്നതും. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് നേതൃത്വത്തെ രാജ്യസന്നദ്ധ അറിയിച്ചു കഴിഞ്ഞു. കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. മാടായി കോളേജിൽ MK രാഘവൻ MP കോഴ വാങ്ങി നിയമനം നടത്തിയെന്ന കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നാലെ MP-യെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധവും നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് 4 പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡും ചെയ്തിരുന്നു. എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാൻ DCC സെക്രട്ടറി രജിത് നാറാത്ത് പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം നടപ്പിലാകാതെ വന്നതോടെയാണ് പ്രവർത്തകർ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നത്. MK രാഘവൻ MP വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ നേരത്തെ 4 കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാപ്പാടൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവരായിരുന്നു സസ്പെൻഡ് ചെയ്തത്. പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായിട്ടാണ് കണ്ണൂർ DCC അറിയിച്ചതും. കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജിൽ കോഴ വാങ്ങി CPIM ബന്ധമുള്ള അധ്യാപകനെ നിയമിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു MK രാഘവൻ MP-ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. മാടായി കോളേജിൽ എത്തിയപ്പോഴായിരുന്നു ഭരണസമിതി ചെയർമാൻ കൂടിയായ MP-യെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. MP-ക്കെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് എത്തിയായിരുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടായിരുന്നു കോളേജിൽ CPIM ബന്ധമുള്ള അധ്യാപകനെ നിയമിക്കാൻ MP നീക്കം നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്രയിലുണ്ടായ നാണക്കേട് മറയ്ക്കാൻ കേരളത്തിലെ 2 ഉപതെരഞ്ഞെടുപ്പ് സീറ്റുകൾ കിട്ടിയെന്ന അഹങ്കാരം വേണ്ട. ഉള്ള സീറ്റ് നിലനിർത്തുന്നതിനേക്കാൾ കിട്ടാത്തത് പിടിച്ചെടുക്കുന്നതിലാണ് വിജയത്തിന്റെ മധുരമുള്ളത്. അത് നുണയാൻ അവർക്ക് യോഗമില്ല. ഉണ്ടായിരുന്നു, അതില്ലാതാക്കിയത് ഈ നേതാക്കന്മാർ തന്നെയാണ്.